ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യം. എന്നാൽ അവൻ അഹങ്കരിക്കുകയും ഹൃദയം കഠിനമാക്കുകയും ഗർവോടെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ രാജസിംഹാസനത്തിൽ നിന്ന് അവൻ ബഹിഷ്കൃതനായി, അവന് മഹത്വം നഷ്ടപ്പെട്ടു. സർവശക്തനും സർവാധിപനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, നീ തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. നിന്റേതാണ് ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ കഴിവുകൾ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ സാമ്പത്തികം എല്ലാം നീ തന്നതാണ്. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള കാരണം, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആത്മീയമായിട്ട് തളർന്നു പോകാനുള്ള കാരണം ഞങ്ങളുടെ അഹങ്കാരമാണ്. നിന്നിൽ ആശ്രയിക്കാതെ പലപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചതിൽ ആശ്രയിച്ചു പോകുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയ കാഠിന്യത്തെ നീ ഒന്ന് മാറ്റണേ. പുതിയൊരു ഹൃദയം നൽകണമേ, പുതിയൊരു ചൈതന്യം നൽകണമേ. എപ്പോഴും നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവമേ, ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അഹങ്കാരം മൂലമാണ്, ഞങ്ങളുടെ ഗർവം മൂലമാണ്. തമ്പുരാനെ, ഞങ്ങൾ പൂർണ്ണമായിട്ടും നിന്നിൽ മുമ്പിൽ അടിയറ വയ്ക്കുന്നു. ഈശോയെ, പൂർണ്ണമായിട്ട് നിന്നിൽ ആശ്രയിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. എളിമയിൽ വളരാനായിട്ട്, നിന്റെ ശക്തിയിൽ ആശ്രയിക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.